ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇടതുപക്ഷത്തിലെ കൂട്ടക്കൊഴിഞ്ഞ പോകലുകളൊക്കെ തന്നെ അത് എത്തിച്ചേരുന്നത് അവസാനം BJP-യിലേക്കാണ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഈ പറയുന്ന തരത്തിൽ പ്രവർത്തകർ, നേതാക്കളടക്കം നിരവധി പേര് ഇടതുപക്ഷത്തിൽ നിന്നും ഇടതുപക്ഷ ചായ്വുള്ള പല കുടുംബങ്ങളും ഇടതുപക്ഷം വിട്ടുകൊണ്ട് BJP-യിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട്. ഇതൊക്കെ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഏത് തരത്തിൽ പ്രതിഫലിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ SFIയിൽ നിന്നും BJP-യിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. വിശദമായി പറയുകയാണെങ്കിൽ SFI വൈസ് പ്രസിഡന്റ് ആണ് ഇപ്പോൾ BJP-യിൽ ചേർന്നിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത്. കോട്ടയം ജില്ലാ SFI വൈസ് പ്രസിഡന്റ് ആയിരുന്ന അഡ്വക്കേറ്റ് അനാമികയാണ് ഇപ്പോൾ BJP-യിൽ ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിരവധി പേരാണ്, അത് ഈ പറയുന്ന തരത്തിൽ നേതാക്കൾ, പ്രവർത്തകർ, അതോടൊപ്പം തന്നെ യുവാക്കൾ, യുവതികൾ ഉൾപ്പെടെ നിരവധി പേർ, അതായത് ഈ പറയുന്ന രീതിയിൽ ഇടതുപക്ഷ ചായ്വുള്ള എല്ലാ രംഗത്തും പ്രവർത്തിച്ചു വരുന്ന പാർട്ടിയിൽ ഉൾപ്പെട്ട പ്രവർത്തകരും നേതാക്കളും അടക്കം നിരവധി പേര് ഇപ്പോൾ BJP-യിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. അതിൽ തന്നെയാണ് ഇപ്പോൾ SFIയിൽ നിന്ന് വരെ ഇപ്പോൾ BJP-യിലേക്ക്, അതായത് കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തി വരെ ഇപ്പോൾ BJP-യിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് അനാമികയാണ് ഇപ്പോൾ BJP-യിലേക്ക് കോട്ടയത്ത് നിന്ന് ചേർന്നിരിക്കുന്നത് തന്നെ. കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അനാമിക. എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം വ്യക്തമാണ്, ഇടതുപക്ഷത്തിൽ നിന്നും കൊഴിഞ്ഞു പോകുന്നവർ നേരെ ചെന്ന് എത്തുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ അത് UDF-ലേക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ UDF ചായ്വുള്ള ആ ഒരു രംഗത്തേക്കോ ഒന്നുമല്ല. അത് കൂടുതലും ഇപ്പോൾ നിലവിൽ ചെന്നെത്തുന്നത് BJP-യിലേക്കാണ് എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഓരോ ദിവസം വരുന്ന വാർത്തകൾ ഇടതുപക്ഷത്തിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് BJP-യിലേക്ക് ചേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ തന്നെയാണ് നിരവധി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു അന്ത്യം കുറിക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഈ പറയുന്ന രീതിയിലുള്ള കൊഴിഞ്ഞു പോക്കലുകൾ അത് കൂടി വരുന്ന ഒരു സാഹചര്യം, അത് എങ്ങനെ നിയന്ത്രിക്കാനായിട്ട് ഇടതുപക്ഷത്തിന് സാധിക്കും? വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് നേരിടാനായിട്ട് അത്രത്തോളം, കാരണം വളരെ വലിയൊരു തെരഞ്ഞെടുപ്പാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആയാലും ഈ പറയുന്ന രീതിയിൽ വരാൻ പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഭരണം നിലനിർത്തുക എന്നുള്ളതിൽ കുറഞ്ഞ ഒന്നും തന്നെ ഇല്ല. അതിന് സാധ്യമാവുക എന്നുള്ളതും അത്രയ്ക്കും കഠിനമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള കൊഴിഞ്ഞു പോക്കലുകളൊക്കെ തന്നെയും ഏത് തരത്തിലാണ് ഇടതുപക്ഷത്തെ ബാധിക്കാൻ പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ BJP-യിലേക്ക് ചെന്നെത്തുന്നവരൊക്കെ തന്നെയും അത് BJP ഗുണകരമായി തന്നെ മാറുമോ, അതല്ല എന്തെങ്കിലും തരത്തിൽ BJP-ക്ക് തന്നെ തിരിച്ചടിയായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് കണ്ടറിയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.